ഹലോ ഹായ് പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കനാണ്. അതുണ്ടാക്കേണ്ട സാധനങ്ങളാണ് ഇത്രയും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് നല്ല അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് വരണം. ഉപ്പ് ആവശ്യത്തിനുള്ളത്, 2 സ്പൂണ് മുളക് പൊടിയാണ്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, തൈരുണ്ട്, കോൺഫ്ലവർ പൊടിയുണ്ട്, ഇത് ചെറുനാരങ്ങ നീരാണ്. ഇത് 1.5 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് ചില്ലി ചിക്കനിൽ 2 സ്പൂണ് ഉപ്പിട്ടിട്ട് ആദ്യം തന്നെ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ഇട്ട് കല്ലുപ്പാണ് പൊടി ഇടുന്നത്, പൊടിയുപ്പല്ല. കല്ലുപ്പ് ഇട്ടാലും അത് നല്ല അതിന് പിടിക്കും. പൊടിയുപ്പ് ഇടണമെന്നൊന്നുമില്ല. 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി, പൗഡർ, ഒരു മുട്ടയെ ചേർത്തണം. നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. തൈര്, ഇത് ചില്ലി പൗഡർ, ഇത് 2 സ്പൂൺ പോലെ ഇടുന്നുണ്ട്. ചില്ലി പൗഡർ ഇട്ട് ഒരു മുട്ട ഉടച്ചിട്ട് ഒഴിക്കണം. ജിലേബി പൗഡർ ഇടുന്നുണ്ട്, നിങ്ങൾക്കത് വേണ്ടി കിട്ടാൽ മതി. അതൊരു 1/2 സ്പൂണ് പോലെ ഇടുന്നുണ്ട്. അതൊരു കളർ കിട്ടാനാണ്. അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അത് നല്ല കാണാനൊരു കളറായിട്ടുണ്ടാവും, അതിന് വേണ്ടി ഇടുന്നതാണ്. ഇതൊരു മുട്ട ഉടച്ച് എല്ലാം കൂടി മിക്സിങ് ആക്കി കൈനെ കൊണ്ട് എല്ലാം കൂടെ മിക്സിങ് ആക്കി വെക്കണം. മിക്സിങ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ അതങ്ങനെ നിൽക്കട്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാൻ പാടുള്ളൂ. എന്നാൽ തന്നെ അതിന് നല്ല ഉപ്പും മുളക് നമ്മളിട്ട ഇതെല്ലാം പിടിക്കുള്ളൂ. പിടിച്ചാൽ തന്നെ അത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇടുക. ഇട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളും ആക്കി നോക്കൂ. ആക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം, എന്നാലേ അറിയുള്ളൂ. നിങ്ങളെ അഭിപ്രായം അറിഞ്ഞാൽ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയണം. കാണുന്നവരൊന്നും പറയുന്നില്ല. നല്ല ടേസ്റ്റാണ്. പക്ഷെ നിങ്ങൾ ഇതേപോലെ ആക്കി നോക്ക്. ഇഷ്ടമുള്ളവർ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ളവർ അഭിപ്രായം പറയുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അധിക ദിവസമൊന്നും കഴിക്കണ്ട, ഒരു മാസത്തിലെല്ലാം ഒരിക്കൽ കഴിക്കുക. ചിക്കൻ അങ്ങനെ അധികം കഴിക്കണം, എണ്ണയിൽ പൊരിച്ചത് കഴിക്കണം എന്ന് ഞാൻ പറയില്ല. എന്നാലും ഒരു ടേസ്റ്റല്ലേ.
നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതിനെക്കാട്ടിയും വീട്ടിൽ തന്നെ ഇതേമാതിരി ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായം പറയുക. താങ്ക് യു.